ആനിമൽ ടിഷ്യൂവിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആനിമൽ ടിഷ്യൂവും അതിലേക്ക് കുറച്ച് ലിക്വിഡ് നൈട്രജനും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്യുന്ന നമ്മൾ പ്ലാന്റ്സ് എല്ലാം നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ മ്യൂസിലേജ് ഉള്ള പ്ലാന്റ് പാർട്ട് അല്ലെങ്കിൽ സക്കുലൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് പാർട്ട് അല്ലെങ്കിൽ ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്യുന്നതാണ് അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ആനിമൽ ടിഷ്യൂ യൂസ് ചെയ്യുമ്പോഴും ലിക്വിഡ് നൈട്രജൻ ആദ്യം ആഡ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പൗഡർ ഫോമിൽ കിട്ടും. എന്നിട്ട് അതിലേക്ക് എക്സ്ട്രാക്ഷൻ ബഫർ ആഡ് ചെയ്യുക. ഒപ്പം ഡിറ്റർജൻ്റ് ആയിട്ട് SDS ആണ് യൂസ് ചെയ്യുന്നത്. ആനിമൽ ടിഷ്യൂ എല്ലാത്തിനും SDS ആണ് ഉപയോഗിക്കുക. എക്സ്ട്രാക്ഷൻ ബഫർ എന്ന് പറയുമ്പോൾ അതിൽ സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും, ട്രിസ് HCl ഉണ്ടായിരിക്കും, അതേപോലെ ETTA ഉണ്ടാവും. ഈ ഓരോ കെമിക്കലിൻ്റെയും യൂസ് എന്താണെന്നുള്ളത് DNA ഐസൊലേഷൻ്റെ ജനറൽ പ്രൊസീജിയർ പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത് പ്രോട്ടീനേസ് K ആഡ് ചെയ്യുക. പ്രോട്ടീനേസ് K ഫോർ ഡീപ്രോട്ടീനൈസേഷൻ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. എന്നിട്ട് ഈ റിയാക്ഷൻ മിക്സ്ചർ 60 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യുക. അതിനുശേഷം സെൻട്രിഫ്യൂജ് ചെയ്യുക. സെൻട്രിഫ്യൂജ് ചെയ്തതിന് ശേഷം ഈ റിയാക്ഷൻ മിക്സ്ചറിലേക്ക് ഫീനോൾ, ക്ലോറോഫോം ആൻഡ് ഐസോഎമൈൽ ആൽക്കഹോൾ ഇൻ ദ റേഷ്യോ 25:24:1 ഈ ഒരു റേഷ്യോ വോളിയത്തിൽ ആഡ് ചെയ്യുമ്പം ഇവിടെയും ഡീപ്രോട്ടീനൈസേഷൻ ഫീനോൾ ഡീപ്രോട്ടീനൈസേഷന് ഹെൽപ്പ് ചെയ്യും. ക്ലോറോഫോം ലെയർ റിയാക്ഷൻ മിക്സ്ചറിന് 3 ലെയറായിട്ട് തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഐസോഎമൈൽ ആൽക്കഹോൾ ഇൻ്റർഫേസിന് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഇതിലേക്ക് RNAs ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എക്വസ് ലെയർ 3 ലെയർ എന്ന് പറയുമ്പോൾ എക്വസ് ലെയർ, ഇൻ്റർഫേസ് ആൻഡ് ഓർഗാനിക് ലെയർ ആണ് ഉണ്ടാവുക. എക്വസ് ലെയറിൽ RNA ഡീഗ്രേഡ് ചെയ്ത് അതിൽ DNA മാത്രമായിട്ട് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ എക്വസ് ലെയർ പുതിയൊരു ട്യൂബിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലേക്ക് അമോണിയം അസിറ്റേറ്റും ഐസോപ്രോപ്പനോൾ ആഡ് ചെയ്യണം. അമോണിയം അസിറ്റേറ്റ് സോൾട്ടാണ്, ഐസോപ്രോപ്പനോൾ ആൽക്കഹോൾ. അപ്പം DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെല്ലറ്റ് ഫോമിൽ DNA ട്യൂബിൽ താഴെ സെഡിമെൻ്റ് ചെയ്യും. ആ പെല്ലറ്റിന് വാഷ് ചെയ്യാനായിട്ട് 70% ഈഥൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യാം. 2-3 പ്രാവശ്യം ഈഥൈൽ ആൽക്കഹോൾ ആഡ് ചെയ്ത് സെൻട്രിഫ്യൂജ് ചെയ്യുക. അപ്പോൾ അത് വാഷ് ചെയ്തതിൻ്റെ ശേഷം ആൽക്കഹോൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് റീസസ്പെൻഡ് ഇൻ 50 മൈക്രോലീറ്റർ ഓഫ് TE ബഫർ. DNA TE ബഫറിൽ ഡിസോൾവ് ചെയ്ത് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഡയറക്റ്റ്ലി പോവാം. അപ്പോൾ ഇത്രയാണ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. താങ്ക് യു.